രാഹുൽ, വെൽക്കം ടു ചാർട്ട് ടോക്സ്. എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ 24,900 മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റി നേരെ 25,000 പോയി ടച്ച് ചെയ്യും, എന്നിട്ട് പുൾ ബാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം 25,000 ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ ലെവൽസ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരെ മന്ത്ലി മൾട്ടി ടൈം അനാലിസിസോട്ട് തന്നെ പോവാം. മൾട്ടി ടൈമിൽ നിഫ്റ്റി മന്ത്ലി കാണുന്നുണ്ടല്ലോ, മന്ത്ലി സ്റ്റിൽ നിഫ്റ്റി ഒരു അപ്പ് ട്രെൻഡിലാണ്. ഓക്കെ, നിഫ്റ്റി ഇപ്പോഴും ഒരു ഡൗൺ ട്രെൻഡിലോട്ടോ അല്ലെങ്കിൽ ഒരു ഒരു കറക്ഷനിലോട്ടോ ഒന്നും നിഫ്റ്റി പോയിട്ടില്ല. നിഫ്റ്റി സ്ട്രോങ് അപ്പ് ട്രെൻഡിലായിട്ടാണ് കേട്ടോ. ഈ മന്തിൻ്റെ ഇനി 4 days കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ നിഫ്റ്റി ഈ മാസം ഫുള്ളി ലാസ്റ്റ് മന്തിന്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്തിട്ട് നിഫ്റ്റി ഒരു സ്ട്രോങ് അപ്പ് ട്രെൻഡിലോട്ടാണ് തന്നെയാണ് നിഫ്റ്റി മെൻഷൻ ചെയ്യുന്നത്. ജസ്റ്റ് നിഫ്റ്റിയുടെ വീക്കിലിയിലോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റി വീക്കിലി ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ ലാസ്റ്റ് വീക്കിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, ഇതാണ് മന്ത്ലി എക്സ്പയറി വീക്കും കൂടിയാണ്. അതും കൂടെ ജസ്റ്റ് ഒരു നമ്മുടെ മനസ്സിൽ വേണം. മേ ബി ഈ വീക്ക് നിഫ്റ്റി സൈഡ് വേസിൽ പോകാനുള്ള ചാൻസ് വളരെ വളരെ അധികമാണ്. കാരണം മന്ത്ലി എക്സ്പയറി ആണ് നിഫ്റ്റിക്ക്. ഇനി ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വീക്ക് കഴിഞ്ഞിട്ട് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഈ റേഞ്ച് ബോർഡിനുള്ളിൽ തന്നെ നിഫ്റ്റി ട്രേഡ് ചെയ്യാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ വീക്ക് നമുക്ക് അങ്ങനെ വ്യൂ ഉണ്ടാകുന്നത് വളരെ നന്നായിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് വീക്കിലിയിൽ ഇന്ന് ഡേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ ലാസ്റ്റ് ഡിസംബർ ഹൈയുടെ മുകളിൽ പോയി, ബട്ട് സസ്റ്റെയിൻ ചെയ്തില്ല, താഴോട്ട് പോയിരുന്നു. അപ്പം ഇന്നത്തെ ലോയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഈ 25,000 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോണാണ്. ഓക്കെ, അതുകൊണ്ടാണ് മാർക്ക് ചെയ്തത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ വീഡിയോ ഇങ്ങനെ ആയിരുന്നല്ലേ, ഇതിന്റെ മുകളിൽ നിഫ്റ്റി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 25,000 എടുക്കാം. പക്ഷെ ആ ഒരു രീതിയിലല്ല നിഫ്റ്റി പോയിട്ടുള്ള ഒറ്റ കേരളത്തിൽ 25,000 പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മൊമെന്റ് ക്യാച്ച് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇന്ന് ട്രേഡ് ഉണ്ടായിരുന്നില്ല ഇൻഡെക്സിൽ. സോ നമുക്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇവിടെ ആദ്യം നോ ട്രേഡിംഗ് സോൺ, ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആണ്. ഫസ്റ്റ് ടാർഗറ്റ് മീൻസ് നിഫ്റ്റിയുടെ ഫസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് നാളെ നിഫ്റ്റി ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 50 minutes ഇട്ടിട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, ഈ ഏരിയയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം ഇതിന് മുകളിൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതൊന്നും മുകളിലോട്ട് കയറ്റി വെക്കാം. ഇത് ഫുള്ള് ഈ ഒരു ഏരിയ മൊത്തം നോ ട്രേഡിംഗ് സോൺ എടുക്കാം. ഡേ ഹൈയുടെ മുകളിൽ, അതായത് ഈ ഒരു ഹൈയുടെ മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഏരിയയുടെ മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,100 25,200 ആ ഒരു ടാർഗറ്റ്സ് നമുക്ക് മുകളിലോട്ട് കാണാൻ കഴിയും. ഓക്കെ, താഴോട്ടുള്ള ട്രേഡ് നമ്മൾ ഒരു ഫുൾ റിസ്കിൽ മാത്രമേ ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. കാരണം നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ 800 ഈ റേഞ്ച് വരെ നിഫ്റ്റി ഒരു പുൾ ബാക്ക് എടുക്കാനും ചാൻസ് ഉള്ളൂ. അപ്പം താഴോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു മൂവ്മെന്റ് തരികയാണെങ്കിൽ മാത്രം ഈ 800 വരെ ട്രേഡ് ചെയ്യുക. അതിന് താഴോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിഫ്റ്റി താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു 90% നിഫ്റ്റി താഴോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിഫ്റ്റി പ്രോപ്പർ ഒരു അപ്പ് ട്രെൻഡിലാണ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സൈഡ് ഈ ഒരു മൂവ്മെന്റ് നോക്കിയാൽ പോലും നിഫ്റ്റി ഒരു ഹയർ ലോ ഹയർ ഹൈ ഒരു മൂവ്മെന്റിലാണ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ നാളത്തെ ഒരു നമ്മുടെ വ്യൂ ഇങ്ങനെയായിരിക്കും. ഇതിന്റെ മുകളിലാണെങ്കിലും മുകളിലോട്ടുള്ള ടാർഗറ്റ്സ്, ഇതിന് താഴോട്ടാണെങ്കിൽ ഈ താഴോട്ട് ഇത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് പിന്നെ വരികയാണെങ്കിൽ 800 ഈ ഒരു ടാർഗറ്റ് താഴോട്ട് കാണാൻ കഴിയും. അതല്ലാതെ ഇവിടെ നമുക്ക് വേറൊരു സംഭവം കാണാൻ കഴിയുന്നുണ്ട്. 50 minutes ജസ്റ്റ് ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് ജസ്റ്റ് അത് വേണമെങ്കിൽ ഒന്ന് വരച്ചിടാം. ഒരു ട്രയാങ്കിൾ നിഫ്റ്റി എന്നൊരു ആംഗുലർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് സൈഡ് താഴോട്ട് വീണിട്ട് കയറി പോയിക്കൊണ്ടിരുന്നത് കണ്ടോ. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു ഇത് വരച്ചിടാൻ വേണ്ടി കഴിയും. അപ്പോൾ നാളെ
ഇത് ബ്രേക്ക് ചിലപ്പോൾ ഓപ്പണിങ്ങിൽ ചെറിയ ഗ്യാപ്പ് അപ്പിലോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണിങ്ങിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഡൗണിങ് ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇത് ചെറിയൊരു ടാർഗറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇവിടെ വരെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലോസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബട്ട് ഇങ്ങനെ ഒരു വ്യൂ എടുത്തു വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഇതൊരു ഇൻട്രാഡേക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇങ്ങനൊരു ജസ്റ്റ് വ്യൂ, ഒരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ജസ്റ്റ് ഇവിടുന്ന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള വ്യൂവിൽ ഈ ട്രയാങ്കിൾ ഓക്കെയാണ്. താഴോട്ടുള്ള മൂവ്മെന്റിന് ഈ ട്രയാങ്കിൾ ടൈറ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു ടാർഗറ്റിന്റെ മുകളിൽ പോയി, ബട്ട് സസ്റ്റെയിൻ ചെയ്തില്ല, താഴോട്ട് പോയിരുന്നു. അപ്പോൾ നമുക്ക് നേരെ മന്ത്ലിയിലോട്ട് ജസ്റ്റ് പോവാം. മന്ത്ലി അനാലിസിസിൽ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ പിന്നെയും കുറച്ചുകൂടെ മുകളിലോട്ട് പോയി നമ്മുടെ ഓൾ ടൈം ഹൈയുടെ അടുത്ത് ബാങ്ക് നിഫ്റ്റി വീണ്ടും എത്തിയിട്ടുണ്ട്. സോ നമുക്ക് വീക്കിലി അസ് യൂഷ്വൽ ഈ വീക്കും ബാങ്ക് നിഫ്റ്റി എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയക്കുള്ളിൽ തന്നെ കടന്നിട്ട് ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പം ഡെയിലിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സോൺ നമുക്ക് എന്തായാലും വരച്ചു വെക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇതിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നാളത്തെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് നാളത്തെ ഒരു മൂവിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ വരച്ചു വെക്കാം. ഓക്കെ, ലാസ്റ്റ് വീക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റി ഈ ലോ വരെ വന്നിട്ടുണ്ടായിരുന്നു. സോ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് ഈ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് നമുക്ക് ഇങ്ങനൊരു ഉണ്ടോ, ഇതൊരു സെൽ ഓൺ റൈസ് കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ താഴോട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരെ ട്രേഡ് ചെയ്യാം ഈ ഒരു സെറ്റപ്പിൽ. ബട്ട് ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ അപ് ട്രെൻഡിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റി ഇതിന് മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി പോകുമ്പം എടുക്കുന്നതാണ് പ്രയോറിറ്റി ഉള്ളത്. ഓക്കെ, ബട്ട് ആസ് എ ട്രേഡർ ഇൻട്രാഡേ ട്രേഡിങ്ങിന് നമുക്ക് ഈ ഒരു സെറ്റപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിയിലോട്ട് വരികയാണെങ്കിൽ ഈ ഏകദേശം 17th ഏപ്രിൽ മുതൽ ബാങ്ക് നിഫ്റ്റി 17th ഏപ്രിൽ മുതൽ ഈ ഒരു റേഞ്ചിലാണ് ബാങ്കിന് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം ബാങ്ക് നിഫ്റ്റി ഈ ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഇത് താഴോട്ട് ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് ഇവിടെ വരെ ട്രേഡ് ചെയ്യാം. കാരണം സെൽ ഓൺ പ്രൈസ് എന്നുള്ള കോൺസെപ്റ്റിൽ ട്രേഡ് ചെയ്യാം. പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ വ്യൂ നമ്മുടെ അപ്പ് ട്രെൻഡ് തന്നെയാണ്. സോ നാളെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് ഉണ്ടാവില്ല. നോ ട്രേഡിംഗ് സോൺ. സോ ഇവിടെ ട്രേഡ് ഉണ്ടാവില്ല. ബട്ട് ഡേയിലോ ബ്രേക്ക് ആണെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ട്രേഡ് ചെയ്യാം. കാരണം നമുക്ക് മുന്നിൽ തന്നെ ഒരു ക്ലിയർ വ്യൂ ഉണ്ട് ഈ ഒരു റേഞ്ച്. അതുകൊണ്ട് തന്നെ ഫോർ ഇൻട്രാഡേ ഇങ്ങനെ ട്രേഡിങ് നമുക്ക് നാളെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.